വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് മിഡിൽ ഈസ്റ്റ്. ഇറാനും ഇസ്രായേലും പരസ്പരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ നമ്മൾ പറയുമ്പോൾ തന്നെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇറാൻ്റെ പെട്രോകെമിക്കൽ കമ്പനിയുടെ മുകളിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ മിഡിൽ ഈസ്റ്റിലെ ഊർജ്ജ മേഖലകളിലേക്ക് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് അവരും ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും ജോയ്സ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോയ്സ് മാത്യു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോയ്സെ, എങ്ങനെ വിലയിരുത്താം ഈ ആക്രമണങ്ങളെ? ഒരുപക്ഷെ ഇനി ഇറാൻ്റെ ഊർജ്ജ മേഖലകളുടെ മുകളിലേക്ക് ആക്രമണങ്ങൾ നടത്തുമെന്ന് ഇസ്രായേൽ പറയുകയുണ്ടായല്ലോ. അതുപോലെ തന്നെ ഒരു പെട്രോകെമിക്കൽ കമ്പനിയുടെ മുകളിലേക്ക് ആക്രമണവും നടന്നിരിക്കുന്നു. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഈ മിഡിൽ ഈസ്റ്റിലെ ഊർജ്ജ മേഖലയുടെ മുകളിലേക്കും അടക്കം എല്ലായിടങ്ങളിലേക്കും ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം നിലനിൽക്കും. യുദ്ധം വ്യാപിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ ഇപ്പോൾ? എങ്ങനെ വിലയിരുത്താം? തീർച്ചയായിട്ടും റോബിൻ, വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ പശ്ചിമേഷ്യ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന വെടിനിർത്തൽ നിലനിൽക്കെ തന്നെ ഇരു രാജ്യങ്ങളും സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. അതായത് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്തണം എന്നും പറഞ്ഞുകൊണ്ടാണ് ആദ്യമേ ആക്രമണം തുടങ്ങുന്നത്. അതായത് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തി. അതിന് പ്രത്യാക്രമണമായിട്ട് ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ ലെബനനിലേക്ക് ആക്രമണം നടത്തി. അതിനെതിരെ ലെബനന്റെ ബെയ്റൂട്ട് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക്, തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ട് അടക്കമുള്ള സ്ഥലങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത്. അതിനെതിരെയാണ്, അത് നിർത്തണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിനെ ഇന്നലെ അറ്റാക്ക് ചെയ്യുന്ന വലിയ തോതിൽ മിസൈലുകൾ അയച്ച് അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇറാന്റെ ഭാഗത്തു നിന്നും വലിയൊരു ശക്തമായിട്ടുള്ള ആക്രമണം ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലേക്കും ഉണ്ടായി. അതിൽ ഭൂരിഭാഗം മിസൈലുകളും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം വഴി തകർക്കുവാൻ ഇസ്രായേലിന് സാധിച്ചു. എങ്കിലും ചിലതൊക്കെ ഇസ്രായേലിന്റെ ചില പ്രദേശങ്ങളിലൊക്കെ പതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആളപായമോ നാശനഷ്ടമോ ഒന്നും ഇതുവരെ കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. എങ്കിലും ചില ഭാഗങ്ങളിൽ മിസൈലുകൾ പതിച്ചതായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് അമേരിക്ക നയതന്ത്ര പരിഹാരത്തിലൂടെ ഇതിനൊരു നയതന്ത്ര ചർച്ചകളിലൂടെ ഒരു പരിഹാരം കാണണമെന്നുള്ള ഒരാവശ്യവുമായിട്ട് അമേരിക്ക മുന്നോട്ട് വന്നു. ഇസ്രായേലിനോട് തിരിച്ചടിക്കരുത്, ചർച്ചകൾ നടക്കുകയാണ്, തിരിച്ചടിക്കാൻ പാടില്ല എന്നുള്ള ഒരു ആവശ്യവുമായിട്ട് അമേരിക്ക മുന്നോട്ട് വന്നുവെങ്കിലും അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് ഇസ്രായേൽ കനത്ത ഒരു തിരിച്ചടി, ഒരു വ്യോമാക്രമണം ഇറാന് എതിരെ നടത്തുകയായിരുന്നു. അതിൽ വളരെ ശക്തമായിട്ട് ഇപ്പോൾ റോബിൻ പറഞ്ഞതുപോലെ ഇറാന്റെ ഓയിൽ മേഖലകളെ അല്ലെങ്കിൽ ഓയിൽ റിഫൈനറികളും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് പലതരത്തിലും വളരെ ശക്തമായിട്ടുള്ള കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും ഹൂതികളുടെ ഭാഗത്തു നിന്നും, യമനിൽ നിന്നുള്ള ഹൂതികളുടെ ഭാഗത്തു നിന്നും, അതുപോലെ ലെബനനിൽ നിന്നുമൊക്കെ ഉള്ള മറ്റ് പ്രോക്സി ഗ്രൂപ്പുകളുടെയൊക്കെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തിരിച്ചടിയുമായിട്ട് വീണ്ടും കനത്ത യുദ്ധത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ പശ്ചിമേഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമേരിക്കയും ഇറാനുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എങ്കിലും ചർച്ചകളിലൊന്നും ഫലം കാണാതെ സാഹചര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ഗുരുതരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മളടക്കം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് അത് ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ടൊരു യുദ്ധത്തിലേക്ക് എത്തുമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിരുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു സംഘർഷാവസ്ഥയായിരുന്നു മേഖലയിൽ നിലനിന്നിരുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ട് ഒരു ആക്രമണത്തിലേക്ക് കടക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, അതിലേക്ക് ഈ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നത്, ഇറാൻ പറയുന്നത് ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം നിർത്തണം എന്നാണ് പറയുന്നത്. ഹിസ്ബുള്ള എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യവുമായിട്ട് ഇറാൻ സപ്പോർട്ട് ചെയ്ത് പോറ്റി വളർത്തുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിസ്ബുള്ളയെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഇറാന് പൊള്ളുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് നിർത്തണം, ലെബനനിലെ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് നിർത്തണം എന്നുള്ള ഒരു ആവശ്യം ആയിരുന്നു ഏറ്റവും പ്രധാനമായിട്ടും ഇറാൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് ലെബനനും ഇസ്രായേലും തമ്മിൽ ഒരു സമാധാന കരാറും ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാറൊക്കെ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിൽ പോലും ഹിസ്ബുള്ള അത് പൂർണ്ണമായിട്ടും തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹിസ്ബുള്ള പറഞ്ഞത് ഇത് തോൽക്കുന്നതിന് തുല്യമാണ്, കീഴടങ്ങുന്നതിന് തുല്യമാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും വെടിനിർത്തൽ അംഗീകരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഹിസ്ബുള്ള രംഗത്ത് വന്നിരുന്നു. അതായത് ഹിസ്ബുള്ളയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു മേഖലയിൽ, ഈ
ഇസ്രായേൽ ലെബനൻ അതിർത്തി പ്രദേശങ്ങളിലൊന്നും സമാധാനമല്ല അവരുടെ ഒരു ലക്ഷ്യമെന്ന് അതിൽ നിന്നും വ്യക്തമായിരുന്നു. കാരണം സമാധാനമാണെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു വെടിനിർത്തലിനെങ്കിലും തയ്യാറായേനെ, അതിലൂടെ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയേനെ. പക്ഷേ ഹിസ്ബുള്ള പൂർണ്ണമായിട്ടും ലെബനനും ഇസ്രായേലും തമ്മിൽ നടന്ന ഒരു വെടിനിർത്തൽ കരാറിനെ പൂർണ്ണമായിട്ടും പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും വീണ്ടും ലെബനനിൽ നിന്നും ഇസ്രായേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇസ്രായേലിന്റെ IDF സൈനികർക്ക് നേരെ വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് എതിരെ ആണ് ലെബനന്റെ ബെയ്റൂട്ട് അടക്കമുള്ള തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ തിരഞ്ഞു പിടിച്ച് ഇസ്രായേൽ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയത്. അതാണ് ഇപ്പോൾ ഇറാനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ അതിന് പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിന് പ്രതിവിധിയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിരോധം തീർക്കുന്നു എന്നുള്ള പേരിലാണ് ഇസ്രായേലിലേക്ക് ഇന്നലെ കനത്ത ആക്രമണം നടത്തിയത്. ഇപ്പോൾ നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. കാരണം രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റോബിൻ സൂചിപ്പിച്ച പോലെ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്തും ഇസ്രായേലിൽ നിന്നും ഇറാനിലേക്കും ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്കും മിസൈലുകളും ഡ്രോണുകളും പായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇനി അടുത്ത നീക്കമെന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. അതുപോലെ സമാധാന ചർച്ചകളുടെയൊക്കെ ഒരു ഭാവി അത് എന്താകുമെന്നും പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ ആണെങ്കിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും സമാധാന ചർച്ചകൾക്ക് മുന്നോട്ട് നീക്കം നടത്താനുള്ള ഒരു ശ്രമമൊക്കെ നടന്നിരുന്നു. പക്ഷെ അതൊക്കെ തകർന്ന തരിപ്പണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യ എത്തി നിൽക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ, റോബി.